ഹായ് മച്ചാമാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് പ്രാവളത്തിലും അതുപോലെ കുറച്ച് പ്രാവൻകൂടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോകാം. അപ്പം മച്ചാമാരെ, അതെ ഈ ബാക്കിൽ കാണുന്ന കേട്ടോ എൻ്റെ പ്രാവൻകൂട്. അപ്പം നമ്മൾ ഈ പ്രാവൻകൂട് പണിഞ്ഞിട്ടിപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് അടുത്താവുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രാവൻകൂടിൻ്റെ വെളിവശമാണിത്. നമ്മൾ ഏറ്റവും കുറഞ്ഞ ചിലവിലുണ്ടാക്കിയത് പ്രാവൻകൂടാണ് കേട്ടോ. അതെ, അങ്ങോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് അങ്ങോട്ട് പോകാതെ വേണ്ട. ഇതാണ് നമ്മുടെ പ്രാവൻകൂട്. അപ്പോൾ ഞാനിനിയും പ്രാവൻകൂടിനകത്തോട്ട് കയറിയിട്ട് നിങ്ങളുടെ പ്രാവൻകൂടിൻ്റെയും പ്രാവിൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുതരാം മച്ചാമാരെ. അപ്പം നമ്മൾ പ്രാവൻകൂടിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പം പ്രാവൻകൂടിനകത്ത് കയറി വീഡിയോ നിങ്ങൾ എടുക്കാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് ഈ ഡോർ തുറന്നതിനകത്ത് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇനി ഷൂട്ട് ചെയ്തതിനകത്ത് കയറുവാണെങ്കിൽ പ്രാവ് ചിലപ്പം ഇടയ്ക്കൂടെ അങ്ങ് പോകും. നമ്മളപ്പോൾ അത് നോക്കിയാൽ കയറുക. അതുകൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഞാൻ പ്രാവൻകൂട്ടിലോട്ട് കയറുന്ന വീഡിയോ ഒക്കെ. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രാവൻകൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 9 അറയുടെ ഒരു പ്രാവൻകൂടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് വലിയ ചിലവായിട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല. ആ കൂടി പ്രാവൻകൂട് ഉണ്ടാക്കുന്ന ചിലവ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ എൻ്റെ ചിലവ് വന്നിട്ടുള്ളൂ. പിന്നെ പ്രാവിൻ്റെ പൈസയും അത്രേ ഉള്ളൂ. ഇത് വെച്ചാൽ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഈ പ്രാവൻകൂട് എന്ന് പറഞ്ഞാൽ 15 അറയുടെ പ്രാവൻകൂടായിരുന്നു. അപ്പം അങ്ങോട്ട് നീളം ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ ഈ ഒരു ഭിത്തിക്കകത്ത് സെറ്റ് ആവേണ്ട രീതി നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞാണ് പ്രാവൻകൂടിൻ്റെ. അതാണ് ഇത്രയും കൊച്ചു പ്രാവൻകൂട്. എന്നാലും കുഴപ്പമില്ല. ഇതേ നമ്മുടെ പ്രാവൻകൂടിലെ അതിഥികളാണ് ഇതെല്ലാം കേട്ടോ. ഇത് നമ്മുടെ ഈ പ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഗിയുടെ ഒരു ക്രോസാണ് കേട്ടോ. മുഗിയുടെ ക്രോസ്, സാധാരണ മുഗി ക്രോസാണ്. അപ്പം ഇത് ഹോമറിൻ്റെ ഒരു എനത്തിൽപ്പെട്ടാണ് ഇത് കേട്ടോ. പിന്നെ അതിൻ്റെ ജോഡിയാണ് ഇരിക്കുന്നത്. ഇത് ആസ്ട്രേലിയൻ ബിസ്ക്കറ്റിൻ്റെ ഇതാണ് കേട്ടോ. കുഞ്ഞാണിതിപ്പം. പിന്നെ വരുമ്പം ഇവിടെ പറഞ്ഞ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ നാടൻ പ്രാവാണ്. പിന്നെ അതിൻ്റെ കുഞ്ഞാണ് കേട്ടോ ഇത്. അകത്തോട്ട് കയറി കാണിച്ചു തരാം. അതിൻ്റെ കുഞ്ഞാണിത്. പിന്നെ അത് എൻ്റെ അമ്മയാണ്. അപ്പം നമ്മളിപ്പോൾ പ്രാവളത്തിൽ ഇത് മേളിലൊരാൾ ഇരിപ്പുണ്ട് കണ്ടോ. അത് അങ്ങനെ ഇറങ്ങി വരുത്തൊന്നുമില്ല. അത് ഇച്ചിരി കുഴപ്പക്കാരൻ. എല്ലാവരും ഇട്ട് ഉള്ളിലേക്ക് കൊത്തൊക്കെ ചെയ്യുമ്പോൾ മണ്ടയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കും. പിന്നെ നമ്മുടെ പ്രാവൻകൂടിൻ്റെ അകത്തെ ഫുള്ള് വീഡിയോ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ കഴിച്ചതേ കണ്ടല്ലേ, നമ്മൾ പറഞ്ഞോട്ട് ഇതാണ് നമ്മുടെ പ്രാവൻകൂട്. പിന്നെ നമ്മളിതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ ചിലവായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പച്ച നെറ്റ് കിളിക്കൂട്ടിലേക്ക് അടിക്കുന്ന നെറ്റ് ഞാൻ 10 മീറ്റർ മേടിച്ചപ്പോൾ ആ 10 മീറ്റർ നെറ്റിൻ്റെ വില മാത്രമേ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുള്ളൂ. അതായത് 1000 രൂപ. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്രാവൻകൂടാണ് കേട്ടോ ഇത്. അപ്പം പിന്നെ നമുക്ക് അത് 1000 രൂപ ചിലവ് വരാം. ബാക്കി ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേളിലിട്ടേക്കുന്ന ഈ ഷീറ്റ് ഇവിടെ ഉള്ളതായിരുന്നു. പിന്നെ നമ്മളിത് കാറ്റാടിക്കഴിയാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. കാണാനൊക്കെ ഇല്ല. അതെ കണ്ടോ, കാറ്റാടിക്കഴിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇതാണ് നമ്മൾ ഒരു പലക വെച്ചിട്ട് അവിടെ തടി വെച്ച് മൊത്തം കാറ്റൊക്കെയാണ് കൂടുതൽ. മേളിൽ പിന്നെ ഷീറ്റ് ഇടാനായിട്ട് പലക തെറ്റിയിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ ഓടാണ് കേട്ടോ. ഓട് വെച്ചിട്ട് നമ്മളിതിനകത്ത് ചാന്തിട്ട് ഉറപ്പിച്ചൊക്കെയാണ്, വേറെ ഒന്നും കയറാതിരിക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാറ്റടിക്കാഴി കുഴിച്ചിടുമ്പം ഇതിലെ കൂടെ ചെതൽ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇച്ചിരി ഓയിലൊക്കെ പുരട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സാധനം സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ. ഇവിടെ എല്ലാം നമ്മൾ ഓടാണ് വെച്ചേക്കുന്നത്. നമ്മൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ ചിലവേ ഉള്ളൂ. 1000 രൂപ ചിലവിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂടാണ് കേട്ടോ. സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധനം എടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ പ്രാവൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കുഞ്ഞാണ്, ഞാൻ പറഞ്ഞില്ല കരച്ചില്ല കേട്ടോ, കുഞ്ഞാണിത് കണ്ടോ. ഇത് ഞാൻ പറഞ്ഞോ നമ്മുടെ കൊച്ചു കുഞ്ഞ് കണ്ടോ. നമ്മൾ കൈ കൊടുക്കുമ്പോൾ കൈ കൊത്തും കണ്ടോ. കാരണം തീറ്റ കൊടുക്കാനൊന്നും പറഞ്ഞാണ് കേട്ടോ കണ്ടോ. ഇതാണ് നമ്മുടെ ഒരു ചെറിയ പ്രാവൻകൂട്. ഇതിൻ്റെ വെളിയിൽ നിന്നുള്ള ഫുള്ള് വ്യൂ ഞാൻ കാണിച്ചു തരാം. അതെ, ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ കേട്ടോ. ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന വ്യൂ. നമ്മുടെ കയ്യിൽ നേരത്തെ പ്രാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഞാൻ പണ്ട് വളർത്തിയിരുന്നു പറഞ്ഞാൽ ഇങ്ങനെ കൂടൊന്നും അടിച്ചിട്ടല്ല, അല്ലാതെ ഇവിടെ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെളിയിൽ അഴിച്ചു വിട്ടായിരുന്നു വളർന്നത്. പിന്നെ ഇവിടെ പൂച്ചയുടെ ശല്യം കാരണമാണ് നമ്മളിങ്ങനെ വളർന്നത് കേട്ടോ. പൂച്ച പിടിച്ചിട്ട് പോകും പ്രാവ് കുഞ്ഞുങ്ങളെല്ലാം കണ്ടോ. ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഒരു വെളിയിൽ നിന്നുള്ള വ്യൂ. നമ്മൾ മേലിൽ ഈ ഷീറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ. ഷീറ്റ് ഉണ്ടെങ്കിൽ ഇതായിരുന്നു നല്ലത്. മറ്റേനെക്കാട്ടിലും തുരുമ്പ് അടിക്കത്തിലൊന്നുമില്ല. സേഫ്, നല്ല കട്ടിയുള്ള ഷീറ്റാണ് കേട്ടോ. അപ്പം മച്ചാമാരെ, എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ നമ്മൾ പിന്നെ താമസിക്കാതെ അപ്പാച്ചി RTRൻ്റെ ഒരു റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കൊരു വണ്ടി വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പാച്ചി RTRൻ്റെ കേട്ടോ, 200ൻ്റെ. അപ്പം ബൈ.